കേരള സ്റ്റോറി ലവ് ജിഹാദിൻ്റെ ഒരു സ്റ്റോറിയാണ്. ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ ഇവർ പറയുന്നു, അത് കുറച്ചേ ഉള്ളൂ. ശരി, കുറച്ചേ ഉള്ളൂ, അതൊരാൾ കാണിക്കുന്നു. അതിൽ നിങ്ങൾ ഇത്ര വേവലാതിപ്പെടാൻ കാര്യം എന്താ? അപ്പോൾ മുസ്ലിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് വരുത്താനായിട്ട് കേരള സ്റ്റോറിയെ എതിർക്കണം. വാസ്തവത്തിൽ മുസ്ലിങ്ങൾക്ക് ഇതിനോട് വലിയ എതിർപ്പൊന്നുമില്ല. മുസ്ലിങ്ങളിലെ ഫ്രഞ്ച് ഗ്രൂപ്പാണ് അന്നും ബഹളം വെച്ചത്, ഇന്നും അവർ ചിലപ്പോൾ ബഹളം വയ്ക്കും. ഈ കുറച്ച് പേര് അത് ഒരു പ്രധാന വിഷയമാക്കി മാറ്റിയിട്ട് ആ സമുദായത്തിൻ്റെ വോട്ട് വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബഹളം. അപ്പോൾ ബാക്കിയുള്ള സമുദായങ്ങൾക്കൊന്നും വോട്ടില്ല? ഇല്ല, കൺസോളിഡേറ്റഡ് വോട്ടില്ല. കൺസോളിഡേറ്റ് ചെയ്യാൻ എളുപ്പം മുസ്ലിം സമുദായത്തിനാണ്. ബാക്കിയുള്ളവർക്ക് കൺസോളിഡേഷൻ ഉണ്ട്, കേരളത്തിലില്ല. കേരളത്തിന് പുറത്താണ് ആ കൺസോളിഡേഷൻ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ വന്നപ്പോൾ കൊടിയില്ലാതെ പോയത്.